നമ്മുടെ ബഗ് ബൗണ്ടി സീരീസിലെ 4th വീഡിയോ ആണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് HTTP റിക്വസ്റ്റ് സ്മഗ്ലിംഗ്. സോ ഇതിനു മുമ്പത്തെ വീഡിയോ കാണാത്തവർ ആ പ്ലേലിസ്റ്റിൽ പോയി ഫുൾ വീഡിയോസും കാണുക. കഴിഞ്ഞ വീഡിയോ, അതായത് ഈ സീരീസിലെ 3rd വീഡിയോ, സ്റ്റാർബക്സിൻ്റെ ഒരു ലൈവ് ടെസ്റ്റിംഗ് കാണിച്ചാണ് തുടങ്ങിയത്. അതിൽ നമ്മൾ നോക്കിയത് HTTP റിക്വസ്റ്റ് സ്മഗ്ലിംഗ് എന്താണെന്നും റിക്വസ്റ്റ് സ്മഗ്ലിംഗ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അതെങ്ങനെ കൺഫേം ചെയ്യാമെന്നുമാണ് മെയിനായിട്ട് നോക്കിയത്. ഈ വീഡിയോ റിക്വസ്റ്റ് സ്മഗ്ലിംഗ് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു ചാനലും കൂടെ ഉണ്ട്, സോഡിയാക്. അതിൽ ഇംഗ്ലീഷിലാണ് കണ്ടന്റ് ഇടുന്നത്. ബഗ് ബൗണ്ടി, റിവേഴ്സ് എഞ്ചിനീയറിംഗ്, APK ഹാക്കിംഗ്, API ഹാക്കിംഗ്, പിന്നെ സിയിൽ എമുലേറ്റർ ഡെവലപ്മെൻറ്റ്, അതൊക്കെയാണ് മെയിനായിട്ടും അതിൻ്റെ അകത്തെ കണ്ടന്റ്. അതിൻ്റെ ലിങ്ക് ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഇതാണ് എൻ്റെ ഗിറ്റ്ഹബ് പേജ്. അതിൻ്റെ അകത്ത് CTF റിലേറ്റഡ്, ബഗ് ബൗണ്ടി, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എല്ലാത്തിൻ്റെയും ബ്ലോഗും വീഡിയോസും എല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോ തുടങ്ങാം. റിക്വസ്റ്റ് സ്മഗ്ലിംഗ് എക്സ്പ്ലോയിറ്റേഷനിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സസ് കൺട്രോൾ റിലേറ്റഡ് ബഗ് ആണ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്ക് എൻഡ് ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. സോ കഴിഞ്ഞ വീഡിയോയിലെ പോലെ ഗെറ്റ് റിക്വസ്റ്റ് പോസ്റ്റ് ആക്കുക, പ്രോട്ടോകോൾ HTTP 1 ആക്കി സെറ്റ് ചെയ്യുക, പിന്നെ ട്രാൻസ്ഫർ എൻകോഡിംഗ് ചങ്ക്ഡ് ആഡ് ചെയ്യുക. സോ CLT ആണോ ആർക്കിടെക്ചറിന് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടന്റ് ലെങ്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു ബൈറ്റ് സെൻഡ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ അപ്ഡേറ്റ് കണ്ടന്റ് ലെങ്ത് ഓട്ടോമാറ്റിക്കലി അൺചെക്ക് ചെയ്യണം. അത് ടോപ്പിലെ സെറ്റിംഗ് സെക്ഷനിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, സോ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ബാക്ക് എൻഡ് ആർക്കിടെക്ചർ CLT ബേസ്ഡ് ആണ്. ആക്സസ് കൺട്രോളിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ സൈറ്റിൻ്റെ അഡ്മിൻ പേജ് ആക്സസ് ചെയ്യാൻ നോക്കാം. അതൊരിക്കലും ഒരു നോർമൽ യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റരുത്. സോ അഡ്മിൻ പേജിലോട്ടുള്ള റിക്വസ്റ്റ് നമ്മുടെ നോർമൽ റിക്വസ്റ്റിൻ്റെ കൂടെ സ്മഗിൾ ചെയ്യാൻ പോവാണ്. നമ്മുടെ ബാക്ക് എൻഡ് CLT ആയതുകൊണ്ട് ടെർമിനേറ്റിംഗ് 0 വെച്ച് നമുക്ക് റിക്വസ്റ്റുകളെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഉള്ള പേലോട് മാറ്റി അവിടെ ഒരു 0 ആഡ് ചെയ്തിട്ട് ഒരു ഗെറ്റ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം /admin റൂട്ടിലോട്ട്. ഫ്രണ്ട് എൻഡ് കണ്ടന്റ് ലെങ്ത് നോക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ടന്റ് ലെങ്ത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ആക്കാം. അല്ലാതെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 404 തിരിച്ച് കിട്ടും. ഇനി നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമുക്കൊരു 200 റെസ്പോൺസ് കിട്ടും. ഒന്നും കൂടി ഈ റിക്വസ്റ്റ് റിപ്പീറ്റിലോട്ട് സെൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു നോർമൽ റിക്വസ്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന് ക്രിയേറ്റ് ചെയ്യാം. ഒരു അറ്റാക്ക് റിക്വസ്റ്റും നോർമൽ റിക്വസ്റ്റും തമ്മിലുള്ള ചേഞ്ച് മനസ്സിലാവാനാണ്. സോ ഇപ്പോൾ റിക്വസ്റ്റ് അയക്കുമ്പോൾ 401 അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് കിട്ടും. സോ ആ ലൊക്കേഷനിൽ ഒരു അഡ്മിൻ പേജ് ഉണ്ട്. നമുക്ക് കിട്ടിയ ഇറർ ലോക്കൽ യൂസേഴ്സിന് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. നമ്മൾ ഈ റിക്വസ്റ്റ് സ്മഗിൾ ചെയ്തപ്പോൾ എന്താ നടന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അയച്ച ഈ നോർമൽ റിക്വസ്റ്റ്, അതായത് ഈ പോസ്റ്റ് റിക്വസ്റ്റ്, നമ്മുടെ get/admin റിക്വസ്റ്റിൻ്റെ താഴെയായിട്ട് ഈ ബാക്ക് എൻഡ് ആഡ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു റെസ്പോൺസ് തന്നു. ബട്ട് /admin പേജ് ഒരു ലോക്കലായിട്ടുള്ള യൂസറിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ആ പേജിന് ആക്സസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് ലോക്കലായിരിക്കണം. നമ്മൾ സ്മഗിൾ ചെയ്യുന്ന ഗെറ്റ് റിക്വസ്റ്റിലോട്ട് ഒരു ഹോസ്റ്റ് ഹെഡർ ആഡ് ചെയ്യാം. എന്നിട്ട് ലോക്കൽ ഹോസ്റ്റിന് പേര് കൊടുക്കുക. ഇപ്പോൾ കിട്ടി 200 റെസ്പോൺസ് നമ്മുടെ പോസ്റ്റ് ടു 0 വരെയുള്ള റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് ആണ്. സോ ഗെറ്റ് റിക്വസ്റ്റിന് നമുക്കൊരു എറർ കിട്ടി, ഡ്യൂപ്ലിക്കേറ്റ് ഹെഡർ നെയിംസ് ആർ നോട്ട് അലൗഡ്. ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ രണ്ടാമത് അയച്ച പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഗെറ്റ് അഡ്മിൻ റിക്വസ്റ്റ് ബാക്ക് എൻഡ് ആഡ് ചെയ്തു. സോ അത് കാണാൻ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, 2 ഹോസ്റ്റ് ഹെഡർ അടുപ്പിച്ച് വന്നു. അപ്പോൾ നമ്മുടെ ഗെറ്റ് അഡ്മിൻ റിക്വസ്റ്റിനെ നമുക്കൊരു പ്രോപ്പർ കംപ്ലീറ്റ് റിക്വസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യണം. നമ്മുടെ അഡ്മിൻ പേജിലോട്ടുള്ള ഗെറ്റ് റിക്വസ്റ്റിൽ കണ്ടന്റ് ടൈപ്പും കണ്ടന്റ് ലെങ്തും ഹെഡറും ആഡ് ചെയ്തിട്ട് ഒരു കണ്ടന്റും ആഡ് ചെയ്യുക. സോ ഇതൊരു കംപ്ലീറ്റ് റിക്വസ്റ്റ് ആയി. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ഹെഡർ ഇറർ നമുക്ക് വരില്ല. ഇനി നമുക്ക് ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അറ്റാക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു, 200 OK റെസ്പോൺസ് കിട്ടി. ഇനി നമുക്ക് നോർമൽ യൂസറായിട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. ആ റിക്വസ്റ്റ് ബാക്ക് എൻഡ് സെർവർ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. നമ്മുടെ കണ്ടന്റും കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് റിക്വസ്റ്റ് ആഡ് ചെയ്യും. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് അഡ്മിൻ പേജിലോട്ട് ആക്സസ് കിട്ടുക. നമ്മുടെ റിക്വസ്റ്റ് സ്മഗ്ലിംഗ് വർക്കായി.
നമുക്ക് അഡ്മിൻ പേജ് ആക്സസ് കിട്ടി. നമുക്ക് എത്ര യൂസേഴ്സ് ആ സൈറ്റിലുണ്ടെന്നും കാണാം. ആ യൂസേഴ്സിനെ ഡിലീറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു യൂസറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ആ ഡിലീറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഉണ്ടോ, admin/delete യൂസർ നെയിം. ആ റൗട്ടിലോട്ട് ഒരു റിക്വസ്റ്റ് അയക്കുമ്പോൾ ആ യൂസറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് റിക്വസ്റ്റ് സ്മഗ്ലിംഗ് വെച്ച് നമ്മൾ ആക്സസ് കൺട്രോൾ ബഗ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആക്സസ് തരാത്ത, നമുക്ക് ഓതറൈസേഷൻ ഇല്ലാത്ത പേജസ് നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇമ്പാക്റ്റ്. ഇനി നമുക്ക് റിക്വസ്റ്റ് സ്മഗ്ലിംഗ് യൂസ് ചെയ്ത് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എങ്ങനെ അച്ചീവ് ചെയ്യാൻ നോക്കാം, അഥവാ XSS. നമ്മുടെ ടാർഗറ്റ് ബ്ലോഗ് എഴുതാനുള്ളൊരു സൈറ്റാണെന്ന് ഓർക്കൂ. ഇത് അതിലെ ഒരു ബ്ലോഗ് കാണാനുള്ള ഗെറ്റ് റിക്വസ്റ്റ് ആണ്. പക്ഷേ ഈ സൈറ്റിൽ ആ യൂസർ ഏജൻറ്റ് ഹെഡറിൽ വരുന്ന കണ്ടൻറ്റ് ആ വെബ്സൈറ്റിൻ്റെ പേജിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. കണ്ടില്ലേ, മോക്സില്ല. സോ നമുക്കവിടെ വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുത്തു നോക്കാം. ഇനി യൂസർ ഏജൻറ്റ് രീതിയിൽ എഴുതുന്നതാണോ അതോ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് എല്ലാം അവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഞാൻ സോഡിയാക്ക് നടിച്ചു, സെർച്ച് ചെയ്ത് നോക്കാം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതിൻ്റെ പേജിലോട്ട് റൈറ്റ് ആവുന്നുണ്ട്. യൂസർ ഡേറ്റേനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സൈറ്റ് അത് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു റിഫ്ലക്റ്റഡ് XSSൻ്റെ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ആ ഇൻപുട്ട് സെക്ഷൻ ക്ലോസ് ചെയ്തിട്ട് അവിടെ ഒരു സ്ക്രിപ്റ്റ് ടാഗ് ഇട്ട് നോക്കാം. ഇനി ടെക്സ്റ്റ് ആയിട്ടാണോ ആ സൈറ്റ് ഇതിനെല്ലാം കാണുന്നത് അതോ കോഡായിട്ട് കാണുമെങ്കിൽ നമ്മുടെ XSS പേലോഡ് ഇവിടെ റൺ ആവും. ജസ്റ്റ് ഒരു അലേർട്ട് കൊടുക്കാം വിത്ത് എ ടെക്സ്റ്റ് സബ്സ്ക്രൈബ്, എന്നിട്ട് ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. ഈ കോഡിനെ ആ സൈറ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ടെക്സ്റ്റ് ആയിട്ടല്ല, കോഡായിട്ട് തന്നെയാണ് അത് ഇൻപുട്ട് അയക്കുന്നത്. ഇനി നമുക്കിത് ബ്രൗസറിൽ റൺ ചെയ്ത് നോക്കാം. അതിനവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിക്വസ്റ്റ് ഇൻ ബ്രൗസർ ഇൻ ഒറിജിനൽ സെക്ഷൻ, എന്നിട്ട് അത് കോപ്പി ചെയ്ത് നമ്മുടെ ബ്രൗസറിൽ റൺ ചെയ്യുക. സോ വി ആർ ഗെറ്റിംഗ് ആൻ അലേർട്ട്, സബ്സ്ക്രൈബ്. സോ ആ സൈറ്റിലൊരു റിഫ്ലക്റ്റഡ് XSS ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇതൊരു ലോ ലെവൽ ബഗ്ഗാണ്. ഇതൊരു ഹൈ ലെവൽ ബഗ് ആവണമെങ്കിൽ നമ്മൾ ഇത് വെച്ച് വേറെ യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അവിടെയാണ് റിക്വസ്റ്റ് സ്മഗ്ലിംഗ് വരുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ റിക്വസ്റ്റ് സ്മഗ്ലിംഗ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ആ ഗെറ്റ് റിക്വസ്റ്റ് എടുത്ത് വേണ്ട ചേഞ്ചസ് വരുത്തി ഫസ്റ്റ് നമ്മുടെ CLTEയുടെ പേലോഡ് അയച്ചു നോക്കാം. CLTE ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് കണ്ടന്റ് ലെങ്ത് ഓട്ടോമാറ്റിക്കലി അൺചെക്ക് ചെയ്യാൻ ഓർക്കണം. അത് കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. സോ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, നമുക്ക് റിക്വസ്റ്റ് അയച്ചു നോക്കാം. കണക്ഷൻ ടൈംഡ് ഔട്ട്. സോ ഇത് CLTE ബേസ്ഡ് ആർക്കിടെക്ചറാണ്. ഇനി നമുക്ക് റിക്വസ്റ്റ് സ്മഗ്ലിംഗ് റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിങ്ങുമായിട്ട് കമ്പൈൻ ചെയ്യാം. ബഗ് ബൗണ്ടിയിൽ നമ്മൾ കാണിക്കുന്ന ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ബൗണ്ടിയുടെ ലെവൽ തീരുമാനിക്കുന്നത്. സോ ജസ്റ്റ് ഒരു റിക്വസ്റ്റ് സ്മഗ്ലിംഗ് ഉണ്ടായിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒരു റിഫ്ലക്റ്റഡ് XSS ആണെങ്കിലും അത് ലോ ലെവൽ ബഗ്ഗാണ്. ബട്ട് ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു മീഡിയം ഒരു ഹൈ ലെവൽ ബഗ്ഗിലോട്ട് മാറും. ഇനി നമുക്കൊരു ഗെറ്റ് റിക്വസ്റ്റ് സെറ്റ് ചെയ്യാം, വേണ്ട ഹെഡേഴ്സ് ഒക്കെ ഇട്ട്. എന്തിനാണ് ഹെഡേഴ്സ് എല്ലാം ആഡ് ചെയ്തതെന്ന് ആക്സസ് കൺട്രോൾ സെക്ഷനിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന കണ്ടന്റ് ലെങ്ത് 2 ആണ്. പക്ഷെ ഒരു ബൈറ്റും കൂടെ എക്സ്ട്രാ നമ്മൾ കണ്ടന്റ് ലെങ്തിന് ഇൻക്ലൂഡ് ചെയ്യണം. ഇനി നമ്മുടെ XSS പേലോഡ് ആഡ് ചെയ്യാം. എന്നാൽ യൂസർ ഏജൻറ്റ് സെക്ഷൻ ഫുള്ളായിട്ട് കോപ്പി ചെയ്ത് നമ്മുടെ ഗെറ്റ് റിക്വസ്റ്റിൽ ആഡ് ചെയ്യാം. ഇനി നമ്മുടെ റൗട്ട് ആ ഗെറ്റ് സ്ലാഷ് പിന്നെ നമ്മുടെ പോസ്റ്റും ആ പോസ്റ്റിൻ്റെ IDയും അത് കോപ്പി ചെയ്ത് ആ റൗട്ടിലോട്ടാണ് നമ്മൾ റിക്വസ്റ്റ് സ്മഗിൾ ചെയ്യുന്നത്. CLTE ആയതുകൊണ്ട് സെറ്റിങ്സ് എടുത്തിട്ട് അപ്ഡേറ്റ് കണ്ടന്റ് ലെങ്ത് ഓട്ടോമാറ്റിക്കലി ടിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കണ്ടന്റ് ലെങ്ത് നമ്മൾ 6 ആണ് കൊടുത്തേക്കുന്നത്. സോ നമ്മൾ സ്മഗിൾ ചെയ്യുന്ന റിക്വസ്റ്റ് ഫ്രണ്ട് എൻഡിൽ കൂടെ പാസ് ചെയ്ത് പോകില്ല. നമ്മൾ അറ്റാക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. ഇനി ഒരു നോർമൽ യൂസർ ആ സൈറ്റ് എടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ പേരോട് അയാൾ റിക്വസ്റ്റിൻ്റെ ടോപ്പിലോട്ട് ബാക്ക് എൻഡ് ആഡ് ചെയ്തു. സോ അയാളുടെ പേജിൽ നമ്മുടെ പേരോട് റണ്ണായി. ഇതാണ് നമ്മൾ ബഗ് ബൗണ്ടിയിൽ പ്രൂഫായിട്ട് കാണിക്കുന്നത്, നമ്മുടെ ബഗ് എങ്ങനെയാണ് അവരുടെ യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. സോ ഇമ്പാക്റ്റ് ഇല്ലാത്ത ബഗ്ഗുകൾക്ക് ബൗണ്ടി ഇല്ല. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വെബ് ക്യാച്ച് ഡിസപ്ഷനെ കുറിച്ചൊരു വീഡിയോ ആയിരുന്നു പറഞ്ഞു. ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് വെബ് ക്യാച്ച് ഡിസപ്ഷനും പോയിസണിങ്ങും തമ്മിൽ വ്യത്യാസം എന്താണെന്നും അതെങ്ങനെയാണ് റിക്വസ്റ്റ് സ്മഗ്ലിംഗ് വെച്ച് അച്ചീവ് ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. പിന്നെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഗിറ്റ്ഹബ് പേജും ഒക്കെ ചെക്കൗട്ട് ചെയ്യുക.